മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ ലിമിറ്റഡിൽ വിഷവാതക ചോർച്ചയെ തുടർന്ന് മലയാളി ഉൾപ്പെടെ 2 ജീവനക്കാർ മരിച്ചു. MRPL ഓപ്പറേറ്റർമാരായ കോഴിക്കോട് കക്കോടി സ്വദേശി ബിജിൽ പ്രസാദ്, പ്രയാഗ്രാജിൽ നിന്നുള്ള ദീപ് ചന്ദ്ര എന്നിവരാണ് മരിച്ചത്. 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഇരുന്നു. ദിസ്ന, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? അനിൽ നമ്പ്യാർ മാംഗ്ലൂരു റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ ലിമിറ്റഡിൽ വിഷവാതക ചോർച്ചയെ തുടർന്നാണ് മലയാളി ഉൾപ്പെടെ 2 ജീവനക്കാർ മരിച്ചത്. നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് MRPL ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം എത്തി ഈ ചോർച്ച അടച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ H2S ഗ്യാസ് ചോർച്ചയാണ് അപകടം ഉണ്ടായത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. കോഴിക്കോട് കക്കോടി സ്വദേശി ബിജിൽ പ്രസാദും പ്രയാഗ്രാജിൽ നിന്നുള്ള ദീപ് ചന്ദ്ര എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ടാങ്ക് പ്ലാറ്റ്ഫോമിന് മുകളിൽ ബോധരഹിതരായി ഇവരെ കണ്ടെത്തുകയായിരുന്നു. 2 പേരെയും തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവനക്കാരനായ ഒരാൾക്ക് പരിക്ക് പറ്റിയിരുന്നു. അയാളുടെ പേര് വിനായകൻ എന്നാണ്. അയാൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അപകട നില തരണം ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ ലിമിറ്റഡിൽ വിഷവാതക ചോർച്ചയെ തുടർന്ന് മലയാളി ഉൾപ്പെടെ 2 ജീവനക്കാർ മരിച്ചു. MRPL ഓപ്പറേറ്റർമാരായ കോഴിക്കോട് കക്കോടി സ്വദേശി ബിജിൽ പ്രസാദ്, പ്രയാഗ്രാജിൽ നിന്നുള്ള ദീപ് ചന്ദ്ര എന്നിവരാണ് മരണപ്പെട്ടത്. 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.